ഒരു സൂട്ട് ഒരു 4 മാസം അല്ലെങ്കിൽ ഒരു 3 മാസം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെയർ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ഈ സൂട്ടിൻ്റെ ഫാബ്രിക്കിൻ്റെ ഇവിടെ ഒരു ചുളുക്ക് ഇങ്ങനെ വരും. ഈ ഫാബ്രിക് അങ്ങനെ ഡാമേജ് ആകുന്നതിൻ്റെ ചുളുക്ക് വരുന്നതിൻ്റെ പ്രധാന കാരണം നമ്മൾ ആ സൂട്ട് മേക്ക് ചെയ്യുന്ന മെത്തേഡാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ സൂട്ട് മേക്ക് ചെയ്യുക ഫ്യൂസിങ് വെച്ചിട്ടാണ്. ഈവൻ നമ്മളും ഫ്യൂസിങ് വെച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഫ്യൂസിങ് വെച്ച് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ അതൊരു ചീപ്പസ്റ്റ് വേ ഓഫ് മേക്കിംഗ് ആണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫാബ്രിക്, ആ ഫാബ്രിക്കിനെ കൂടി ഫ്യൂസിങ് എന്ന് പറഞ്ഞ ഒരു ഫാബ്രിക് അല്ലെങ്കിൽ ഫ്യൂസിങ് എന്ന് പറഞ്ഞ സംഭവം അറ്റാച്ച് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഗ്ലൂ ഉണ്ടാവും. ആ ഗ്ലൂവിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഇത് എന്താവുക, അറ്റാച്ച് ആവാം. ഇങ്ങനെ ഇത് അറ്റാച്ച് ആകുന്ന സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാബ്രിക്കിന് നല്ലൊരു സ്ട്രക്ചർ കിട്ടും. ഈ സ്ട്രക്ചർ കിട്ടുന്നതോടുകൂടി എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലൈഫ് സ്പാൻ കുറയും. സൂട്ട് വെയർ ചെയ്യുന്ന ആളുകളാണ്, ജനറലി വെയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ പുറത്തു കൂടി നടക്കുമ്പോൾ വെയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ വെയിൽ ഹീറ്റ് തട്ടുന്ന സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലൂ അങ്ങോട്ട് സെപ്പറേറ്റ് ആവും. എന്ന് വെച്ചാൽ ഈ ഫ്യൂസിങ്ങും ഫാബ്രിക്കിൻ്റെ ഇടയിലുള്ള ഗ്ലൂ മെല്ലെ റിലീസായി തുടങ്ങും. ആ റിലീസ് ആകുമ്പോൾ തന്നെ ഈ ഫാബ്രിക്കിന് ചുളുക്ക് ഇങ്ങനെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാലം വെയർ ചെയ്യേണ്ട സൂട്ടാണെങ്കിൽ മെത്തേഡ് നിങ്ങൾ ചേഞ്ച് ചെയ്യണം. ഒരു കാരണവശാലും ഫ്യൂസിങ് യൂസ് ചെയ്യാതിരിക്കുക. അവിടെ നമ്മൾ എന്താക്കുക, ക്യാൻവാസ് അഥവാ ഹാഫ് ക്യാൻവാസ്, ഫുൾ ക്യാൻവാസ് പോലത്തെ മെത്തേഡ് യൂസ് ചെയ്യുക. ശ്രദ്ധിക്കണം, അത് എക്സ്പെൻസീവാണ്. സാധാരണ ഒരു ചെറിയൊരു എമൗണ്ടിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. കാരണം അത് സാധാരണ അനിമൽസിൻ്റെ ഹെയറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ക്യാൻവാസ് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എക്സ്പെൻസും കാര്യങ്ങളും സൂട്ട് മേക്കിങ്ങിൽ വരും. മറിച്ച് നമ്മളെ പ്രോഗ്രാമിൻ്റെ നേച്ചർ ജസ്റ്റ് ഒരു 1 ഡേ പ്രോഗ്രാമാണ്, നമുക്ക് പിന്നീട് നമ്മളത് വെയർ ചെയ്യുന്നില്ല, അങ്ങനത്തെ ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഫ്യൂസിങ് ചെയ്യാം.